തുടർ പരാജയങ്ങൾ കാരണം തമ്പി കണ്ണന്താനം എന്ന ഡയറക്ടറുടെ ഒരു സിനിമ മമ്മൂക്ക ഉപേക്ഷിക്കുന്നു. എന്നാൽ തനിക്ക് എങ്ങനെയെങ്കിലും ആ ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹത്താൽ അന്നത്തെ ഒരു യുവതാരത്തിനെ കൊണ്ട് ആ ഒരു സിനിമ ചെയ്യാൻ തമ്പി കണ്ണന്താനം തീരുമാനിക്കുന്നു. അങ്ങനെ ആ യുവനടനെ വെച്ച് ആ ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയും 1986 ആ ഒരു സിനിമ പുറത്തിറക്കുകയും ചെയ്തു. അതെ, മോഹൻലാൽ എന്ന യുവനടനെ സൂപ്പർ സ്റ്റാർ ആക്കിയ സിനിമ രാജാവിൻ്റെ മകൻ. പിന്നീട് നമ്മൾ കണ്ടത് മോഹൻലാൽ എന്ന താരത്തിൻ്റെയും നടൻ്റെയും പെർഫോമൻസുകളാണ്. ഇന്നും ലാലേട്ടൻ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 26-ാം വയസ്സിലാണ് രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലെ വിൻസെൻ്റ് ഗോമസ് എന്ന കഥാപാത്രമായിട്ട് ലാലേട്ടൻ എത്തിയത്. ജീവിതം തുടങ്ങിയപ്പോൾ ഒരു വാശിയോട് നേടിയെടുത്ത സിംഹാസനം. മൈ ഫോൺ നമ്പർ ഈസ് 2255. യെസ്, ഐ ആം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അധോലോകങ്ങളുടെ രാജകുമാരൻ എന്നിങ്ങനെ ഒരുപാട് ഡയലോഗുകളിലൂടെ ലാലേട്ടൻ നിറഞ്ഞാടിയ സിനിമ. രാജാവിൻ്റെ മകൻ റിലീസിനെത്തിയിട്ട് ഇന്ന് 39 വർഷം തികഞ്ഞിരിക്കുകയാണ്. രാജാവിൻ്റെ മകൻ എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ ഓർമ്മകൾ എന്തൊക്കെയാണ്? കമൻറ്റ് ചെയ്യൂ.